ക്രിസ്തുവിന് വേണ്ടി ഏക മനസ്സോടെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ഒന്നിക്കണം. വിവേകത്തോടെ പ്രാർത്ഥിക്കുകയും വേണം. ഏതു പ്രശ്നമായാലും കർത്താവ് നമ്മുടെ പ്രവൃത്തികളെ നോക്കുമെന്നൊക്കെ പ്രസംഗിക്കാൻ വിമത വൈദികർക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? സഭയെ വെല്ലുവിളിക്കുന്നവരുടെ നാവിൽ നിന്നും അനുതാപത്തിൻ്റെ വാക്കുകൾ പുറത്തു വരുമോ? അതിശയം തന്നെയാണല്ലോ. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതൊക്കെ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുകയും വരും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വെറുപ്പും വിദ്വേഷവും ഉണ്ടായാൽ ബാധിക്കുന്നത് സ്വന്തം ജീവിതത്തെ മാത്രമല്ല, ഇടവക ജനത്തെ കൂടിയാണ്. ആവേശം ഒരു നാൾ തീരുക തന്നെ ചെയ്യും. അന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. പരിഹാസവും വെല്ലുവിളിയും അത്ര നല്ല കാര്യവുമല്ല. പുതിയ ധാരണയനുസരിച്ച് ഞായറാഴ്ചകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും എപ്പോഴെങ്കിലും സഭയുടെ ഒരു കുർബാന ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സഭയും വിശുദ്ധ കുർബാനയും വിശ്വാസവും എല്ലാം വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. വിശ്വാസികൾക്ക് പ്രിയപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അവർക്ക് സഭയുടെ ഏകീകൃത കുർബാന കാണാൻ സാധിക്കുമോ? ജന്മദിനങ്ങൾ, വിവാഹ വാർഷികം, മാതാപിതാക്കളുടെ ജന്മദിനങ്ങൾ, ചരമദിനങ്ങൾ, മക്കളുടെ ആദ്യ കുർബാന സ്വീകരണം, അവരുടെ വിവാഹം അടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ കത്തോലിക്ക തിരുസഭയുടെ കുർബാന അർപ്പിച്ചു കിട്ടുന്നതിന് വിശ്വാസികൾക്ക് അവകാശം ഉണ്ടായിരിക്കുമോ? അതിനവർ എന്താണ് ചെയ്യേണ്ടത്? അതിനൊക്കെ ഒരു തീരുമാനവും ഉണ്ടാകണമല്ലോ. വിശുദ്ധ ഏകീകൃത കുർബാന വിശ്വാസികളുടെ അവകാശം തന്നെയാണ്. ഇത്രയും കാലം സിനഡിനൊപ്പം നിന്ന വൈദികരെയും എറണാകുളം, അങ്കമാലി അതിരൂപത ഒഴിച്ചുള്ള എല്ലാ രൂപതകളെയും ഒന്നടങ്കം പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇത്രനാൾ ഒപ്പം നിന്നത് എന്ന് വിശ്വാസികൾ ഞെട്ടലോടെയാണ് തിരിച്ചറിയുന്നത് തന്നെ. വിശ്വാസികൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനാവാത്ത കുർബാന തർക്ക പരിഹാരം കൈവരിക്കാൻ ശ്രമിക്കുന്നതിന് അവരോടുള്ള വഞ്ചന തന്നെയാണ്. സഭാദിനമായ ജൂലൈ 3 തീരുമാനങ്ങൾ നിലവിൽ വരുമെന്നാണ് അറിയിപ്പ്. അതനുസരിച്ച് ഞായറാഴ്ചകളിലും വിശേഷ അവസരങ്ങളിലും എല്ലാ പള്ളികളിലും പതിവ് കുർബാനകളിൽ നിന്ന് ഒന്ന് സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാനയായി അർപ്പിച്ചാൽ മതിയാകും. ഞായറാഴ്ചകളിൽ രാവിലെ 5:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 6 വരെയുമുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും സിനഡ് കുർബാന അർപ്പിച്ചാൽ മതിയാകും. അതേസമയം അങ്ങേയറ്റം നാണംകെട്ട കാര്യം, അതിരൂപതയിൽ ഇപ്പോൾ പൂർണ്ണമായി സിനഡ് കുർബാന അർപ്പിക്കുന്ന 7 പള്ളികളിൽ ഇതേ ക്രമത്തിൽ ഒരു ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ നിർബന്ധമാവും എന്നുള്ളതാണ്. അതിരൂപതയിൽ പുതുതായി നിയമിതരായ 24 വൈദികർക്കും മറ്റു വൈദികരെ പോലെ അവകാശങ്ങൾ ലഭിക്കും. ഇവർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ സാധിക്കും. ജനാഭിമുഖ കുർബാന അർപ്പിക്കില്ല എന്ന് ബോണ്ട് എഴുതി വാങ്ങിയ ശേഷമായിരുന്നു ഇവർക്ക് വൈദിക പട്ടം നൽകിയത്. അതിരൂപതയിൽ സിനഡിന് അനുകൂലമായി നിലകൊള്ളുന്ന കുരിയായെ പിൻവലിക്കാനും വൈദികർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. നിലവിൽ കേസുകൾ ഉള്ളിടത്ത് കേസുകൾ പിൻവലിക്കുന്ന മുറയ്ക്ക് മാത്രമേ സിനഡ് കുർബാന അർപ്പിക്കുകയുള്ളൂ. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ സംബന്ധിച്ച് ഔദ്യോഗിക സർക്കുലർ പിന്നീട് ഉണ്ടാവും. എന്തിനായിരുന്നു ഇത്രയും വിശ്വാസികളായ മുഴുവനും നാണം കെടുത്തുന്ന തെരുവിൽ അടിയും ബലിപീഠം വലിച്ചെറിയലും അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്.